കൂട്ടുകാരെ, ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, കഴിഞ്ഞ തിരുവാതിര പുഴുക്കിന്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തന്ന ആ സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറയുന്നു ആദ്യം തന്നെ. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് ശരണ്യ അങ്ങനെ പുതിയൊരു ഐറ്റം ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരണ്യയോട് തന്നെ ചോദിക്കാം. ശരണ്യ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, നമുക്ക് ചെയ്തേക്കാന്ന്. അപ്പൊ ശരണ്യ എന്താണ് വീഡിയോ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്യാൻ പോണ പൊറോട്ട ചെയ്യാൻ പോണ. ആഹാ, അടിപൊളി. ശരണ്യക്ക് ഇതൊക്കെ അറിയാവാ? ഞാനല്ല ചെയ്യാൻ, മകനെ ചെയ്യാൻ പോണത്. ഞാൻ പൊറോട്ട ചെയ്യാനാ? മേടിച്ചു തരാനായിരിക്കും. അല്ല, പിന്നെ നമ്മുടെ വീട്ടിൽ ഇന്ന് ബീഫ് കറിയില്ലേ, അപ്പൊ എന്നെ പൊറോട്ട ഉണ്ടാക്കി തരണം. അത് ഞാൻ എനമതായിട്ട് ഉണ്ടാക്കി തരണം. അത്രയും റിസ്ക് എടുക്കണം. കൊളായി പോയാൽ നാണക്കേടാണ്. ഇത്രയുള്ള എല്ലാ ഇമേജും പോകും. ഇമേജൊന്നും പോകത്തില്ല. അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി തന്നാ മതി. ഞാനല്ല തിന്നുന്ന. പക്ഷെ അതിന് മൈദായും മുട്ടയൊക്കെ വേണം. പിന്നെ ഒരു ദിവസം നമുക്ക് അതിന് പേടിക്കണ്ട മകൻ. ഞാൻ എല്ലാ സാധനവും മേടിച്ച് സുരക്ഷിതമായിട്ട് വെച്ചിട്ട്. ഇതന്നെ എനിക്കുള്ള പണിയാണ് കൂട്ടുകാരെ. എപ്പോഴും ഞാനല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു ചേഞ്ച് ആർക്കും ഒരു ആവശ്യമില്ലാത്തത്. എന്താണ് ഈ പറയുന്നത്? എനിക്കൊരു ചേഞ്ച് വേണ്ട കൂട്ടുകാരെ. ശനി പറഞ്ഞിട്ട് പിന്നെ എന്താ ആഗ്രഹം? ഞാൻ സാധിച്ചു ചെയ്യണം. ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാം. ഞാൻ ഒത്തിരി പല പ്രാവശ്യം ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. കൊളായി പോയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഈ കടകളിലൊക്കെ ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിക്കുമ്പോ ഞാൻ പോയി നോക്കി നിന്നിട്ടുണ്ട്. ഇത് ഇവരെങ്ങനെയാണ് ചെയ്യണം എന്നൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഏതായാലും നമുക്ക് ശ്രമിക്കാം. ശരണ്യ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും തെറ്റൊക്കെ കൂട്ടുകാരെ എന്നെ ഒന്നും പറയരുത്. ഈ ശരണ്യനെ മാത്രമേ പറയാവുള്ളൂ. നടന്നില്ലെങ്കിൽ ഞാൻ വേറെ ആരെ കൊണ്ട് വെച്ച് ചെയ്യിപ്പിച്ചോളാം. എന്നാ പൊറോട്ട എനിക്ക് ഇന്ന് പൊറോട്ട കിട്ടണം. ആര് ചെയ്താലും. അത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചു തന്നപ്പോ കടയിൽ നിന്ന് വേണ്ട. അഥവാ കൊളായി പോയാൽ ഞാൻ പാചകക്കാരനെ വെച്ച് ഇവിടെ വെച്ച് ഇണക്കി തന്നോന്നാണ് ഈ പറയുന്നത്. പാചകക്കാരൊന്നും വെച്ച് ചെയ്യണ്ടേ. അച്ഛനുണ്ടല്ലോ, നമുക്ക് അച്ഛനെ കൊണ്ടും ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ എന്റേത് കൊളായി പോയെന്ന് അച്ഛനെ കൊണ്ട് ചെയ്യിക്കുന്നു. കൊള്ളാം. അപ്പൊ ഒരു പണി നമുക്ക് എങ്ങനെയൊക്കെ തീരുമെന്നറിയില്ല. വാകൂട്ടുകാരെ, നമുക്കൊന്ന് നോക്കാം. ശരണ്യയുടെ ഒരു ആഗ്രഹത്തിന് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂട്ട് നിക്കാം. ശരണ്യ, അല്ല മൈദ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. മൈദ ഉണ്ടാ? മൈദ ഉണ്ട്. ഇരിപ്പുണ്ടോ? നേരാണ്. വീഡിയോ പിടിക്കാൻ പോകുന്നത് ശരണ്യ. അല്ല, അതിനും നേരാണ്. മൈദ മുട്ടയൊക്കെ ആദ്യം കാണിക്കും. എന്റെ കൂട്ടുകാരെ, എന്നെ വിശ്വാസം പെടുന്നില്ലേ? അല്ല, അതിന്റെ അല്ല, ഞാൻ ഇണക്കണ്ടേന്ന് ഓർത്തിട്ട്. കൂട്ടുകാരെ, ഞാൻ കാണിച്ചു തരാം. മൈദ ഉണ്ടാകല്ലേ ഭഗവാനെ. ഓ, മുട്ട കിട്ടി. മൈദ എനിക്കിതൊന്നും തികയലെന്ന് തോന്നുന്നു. തികയുവാ? ഓ, മൈദ ഇരിപ്പുണ്ടായിരുന്ന ഈശ്വര. ഇതെന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങൂ. തീർച്ചയായും കൂട്ടുകാരെ, ഒരു പണി എപ്പോഴാണ് കൊടുക്കണ്ട. എപ്പോഴും അച്ഛന് കൊടുത്താൽ മാത്രം പോരല്ലോ, അതിനും പണി കൊടുക്കണ്ടായോ? പാത്രം എടുക്ക. ശരണ്യ, ഇത് ഈ കുഴച്ചു മൂടിയൊക്കെ വെക്കണമെങ്കിൽ ഒരു തുണി വേണം. അതൊന്നും മേടിക്കണ്ട. അതുകൊണ്ടാ? അതെല്ലാം ഉണ്ട്. എന്നാ ശരി, വാ ചെയ്തേക്കാം. ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറയാം. എന്നാ ശരി, വാ ചെയ്യാം. ഒത്തിരി വേണോ? ഇച്ചിരി മതിയോ? ഇച്ചിരി മതി. ആദ്യം ഒന്ന് പൊറോട്ട അടിച്ച് പഠിക്കട്ടെ, എന്നിട്ടൊക്കെ നമുക്ക് കിലോ കണക്കൊക്കെ. അല്ലെങ്കിൽ മൈദയുടെ ദോശയെങ്കിലും ചുട്ടു തരും ഞാൻ. എനിക്ക് വേണ്ട. ഞാൻ മൈദയുടെ കഴിക്കില്ല. എന്തേ കാണിച്ചേ? അപ്പൊ കൂട്ടുകാരെ, ഇത്രയും മൈദ എടുത്തിട്ടുണ്ട്. ഇനി പൊറോട്ട തികഞ്ഞില്ലെന്ന് പറയരുത് കേട്ടോ. അടിച്ചു കഴിയുമ്പോ നല്ലതാണെങ്കിൽ
ആ അങ്ങനെ അങ്ങനെ എപ്പോഴും അടിക്കുന്നതല്ല പൊറോട്ട. എന്നാ ഇച്ചിരി കൂടി ഇടാം. ആ ഓ എന്റെ വാക്ക് കേട്ട് പിന്നെ ശരണ്യ മൈദ ഇടുന്നുണ്ട്. ഈശ്വര. എന്തായി തീരുവോ ആ എന്നാ ബാക്കി ഞാൻ ചെയ്തോളാം. എന്തായി തപ്പിക്കളിക്കുന്ന? ഇതിൽ ഉപ്പ് വെള്ളം ഒഴിച്ചാ പോലെ. അതൊന്നും എനിക്കറിയാൻ മേല. ചെയ്യ്. ഇച്ചിരി ഉപ്പ് വെള്ളം ഒഴിച്ചേക്കാം. എന്റെ ഭഗവാനെ, ബി.പി. ഉള്ള ആൾക്കാരാണ് വീട്ടിലുള്ളത്. എന്നാ കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടാ. വേണേ ഒന്നുകൂടി കഴുകിയേക്കാം. ഇനി ശരണ്യനെ വിശ്വസിപ്പിക്കണ്ടേ. ഞാൻ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയായിരുന്നു കേട്ടാ. അപ്പൊ ഉപ്പ് മതിയെന്ന് വിശ്വസിക്കുന്നു. കുഴക്കാൻ പോയാണ് കയ്യൊക്കെ വൃത്തിക്ക് കഴുകി. ആ കരി മറന്നുപോയി. ശരണ്യാണല്ലേ. ഇനി ഞാൻ കൈ ഒന്നുകൂടി കഴുകാതെ മുട്ട എങ്ങനെ പൊട്ടിക്കും? ഞാൻ മുട്ട കഴുകി വെച്ചതാണ്. മുട്ട ബിജിനകത്തിന് നേരത്തെ കഴി വെച്ച് കൊണ്ടുവന്നപ്പോ കഴി വെച്ച്. എങ്ങനെ പൊട്ടിക്കുന്നത്? ഈ ചവി മൊത്തം മൈദാപ്പൊടിയായി. ഞാൻ കഴിക്കുവേ. കണ്ടേ പിന്നെ സൂം ചെയ്തെടുത്തു. മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ച്. ആഹാ എന്താ ഒരു സുഖം. ഇനി അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി നമ്മുടെ കൈ കൊണ്ട് ഇതങ്ങോട്ട് ഇതെല്ലാം ശരണ്യെന്നല്ല പറഞ്ഞതാണ്. അത് വെളിച്ചെണ്ണയാ. വെളിച്ചെണ്ണ ഓയിലെടുക്കണം. ഓയിലൊഴിക്കണം. ആ നമ്മുടെ ഓയിലെടുത്ത്. ഓയിലൊക്കെ ഇവിടെ കുറവാണ് കേട്ടാ. പൊട്ടിച്ച് വെച്ചിട്ട് ഒഴിക്കണം. ഇച്ചിരി ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് ശരണ്യക്കറിയാം. എന്നിട്ട് എന്നെ കൊണ്ടാണ് ചെയ്യിക്കണം. കാരണം കൊളായി പോയേ എന്റെ തലയിൽ ഇരിക്കട്ടെ. അപ്പൊ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. മുട്ടയും ഓയിലും ഉപ്പുനീരും എല്ലാം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. ഞാനിത് കുഴക്കട്ടെ. വെറുതെ വെള്ളം ഒഴിച്ച് മൈദാദോശ അല്ല ഇത്. അപ്പത്തേ കൂട്ടുകാരെ, ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ടൊക്കെ കാണിച്ചു തരാം കൂട്ടുകാരെ. അല്ലെങ്കിൽ ഇത് ഒത്തിരി സമയം പിടിക്കും. അപ്പൊ അതുവരെ കൂട്ടുകാരെ വെയിറ്റ്. അപ്പൊ കൂട്ടുകാരെ, മൈദ അവിടെ കുഴച്ചോണ്ടിരിക്കുക. നമുക്ക് നോക്കണ്ട എവിടം വരെ ആയെന്ന്. ബാ നമുക്ക് നോക്കിയിട്ട് വരാം. വല്ല പാത്രം വെട്ടി കീറണോ? ഇത് ഭയങ്കര പാടാണ്. ടൈറ്റില് കുഴച്ചെടുക്കണം. ഞാൻ പാത്രം വെട്ടി കീറുന്ന പോലെ തോന്നിയല്ലോ. ഇളകിയല്ലേ. ഞാൻ കുഴച്ചതേ കീറണ്ടേ. ഇതിങ്ങനല്ല. കുഴച്ച് കാണിച്ചിട്ട് കാണിക്കാന്നല്ലേ പറഞ്ഞത്. എന്നാലും എന്റെ കൂട്ടുകാർക്കും എനിക്കും അറിയണ്ടായി എവിടം വരെ ആയെന്ന്. ഞാനിത് കുഴച്ച് കാണിച്ചിട്ട് ഞാൻ കാണിക്കാം കൂട്ടുകാരെ. ഇത് എന്നെ ആകെ എന്റെ ഇമേജാ തകർന്നു. ഞാനിത് കുഴച്ചിട്ട് കാണിക്കാം. എന്റെ കൂട്ടുകാർ ആ പാത്രം ഇനി നാളെ എനിക്കും അമ്മയ്ക്കും എല്ലാ ആവശ്യത്തിനും ഒക്കുവായി പാത്രം. ശരണി ഇത് നന്നായിട്ട് കുഴച്ചാലല്ലേ ഇത് മിക്സ് ആകുള്ളൂ. അങ്ങനെയാണ്. ഇതൊക്കെ ഈ പാത്രത്തിട്ടല്ല കുഴക്കണം. ഒരു ടേബിള് പൊടിയൊക്കെ ഇട്ട് വേണം കുഴക്കാൻ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പൊ ഇച്ചിരി കൂടി ഓയിലൊക്കെ ചേർത്ത് ഇത് കുഴച്ചു തീരുവോ? എന്തോ അമ്മ അറിഞ്ഞില്ലേ പൊറോട്ട ഉണ്ടാക്കാം. മകൻ അമ്മയും കൂടി കളിയാക്കല്ലേ. ഞാന് ശരണ്യയുടെ ഒരാഗ്രഹം. ശരണ്യ ഞാൻ പൊറോട്ട ഉണ്ടാക്കണം. കാരണം നോക്കാം. ഇങ്ങനെയല്ലേ എല്ലാരും പഠിക്കണം. ആദ്യം എല്ലാരും ജനിക്കുമ്പോഴേ പൊറോട്ട കടയിൽ പോയി നിന്നൊക്കെ പഠിക്കണം. ഞാൻ കടയുടെ വാതിക്കെ പോയി നിന്ന് പഠിച്ചു. ഇന്നലെ മാത്രം ചെറുക്കൻ്റെ തന്നെ കാണിക്കും. അമ്മ കണ്ടോ സൂപ്പർ പൊറോട്ട ഞാൻ ഇണക്കി തന്നു. അമ്മേ എന്താ അച്ഛനോട് പറഞ്ഞേക്കൊരു പാത്രം ബുക്ക് ചെയ്തേക്കെ. പാത്രം പൊട്ടിച്ച് കളയാൻ പോകേ. ഇത് ചെയ്യട്ടെ. ഞാൻ ഇത് ചെയ്ത് കാണിച്ചേച്ച് നിങ്ങളെ കാണിച്ചു തരാം.
നിങ്ങൾ എല്ലാരും എനിക്ക് സപ്പോർട്ട് ഞാനുണ്ട് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ഈ ശരണ്യ പറഞ്ഞിട്ടാണ് ചെയ്തോ സപ്പോർട്ട് ചെയ്യാം. നാളെ പൊറോട്ട കൊച്ചിന് നാണം വന്നു. പൊറോട്ട അടിച്ച് പുറകോട്ട് വീഴും. അമ്മയുടെ കോമഡി കേട്ടോ പുറകോട്ട് വീണു. അല്ലേ ഇനി അച്ഛൻ വരുമ്പോ എന്തായി തീരും ദൈവത്തിനറിയാം. റോബി നീയും ഇനി എന്നെ കളിയാക്കിക്കും. അവിടെ നിന്ന് അവനും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഷിജുമോനെ, അടുത്ത അച്ഛനെയും വിളിച്ചോണ്ട് വരും. അച്ഛൻ വണ്ടി ശരിയാക്കി. ഞങ്ങൾക്ക് ഭാഗ്യം. രമേ, ദേ, ശരണ്യ എന്തോ ഇത് കണ്ട ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണം. ഇത് എണ്ണ വെച്ച് ഇതെന്നെ വെട്ടിയതാണ്. അല്ല ചൂടൊക്കെ പറ്റി വെക്കണം. കൊളാക്കണ്ട, ഞാൻ ചെയ്തു. ഇത് കണ്ട മാമനൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. മാമന്റെതാണ് ഞാനും കണ്ടുപിടിച്ചത്. മാമന്റെ കോപ്പിയടിയാണ് ഞാൻ. മാമൻ ചെയ്യണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓയിലൊക്കെ ഇനി ഇതൊരു തോർത്തൊക്കെ മൂടി വെച്ച്. നമ്മൾ തോർത്തല്ല, നമ്മൾ കവർ. കവറാണോ? പ്ലാസ്റ്റിക് കവറുകൊണ്ട് പ്ലാസ്റ്റിക് കവറുണ്ട്. പക്ഷെ നനഞ്ഞ തോർത്തുകൊണ്ട് മൂടിയെന്ന പതിമ കിട്ടുമെന്നാ പറയാം. ഇനിയിപ്പോ കവറിട്ട് മൂടും. അപ്പൊ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂട്ടുകാരെ. എത്ര നേരമാണെന്ന് അറിയാമല്ല. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. അല്ല, അരമണിക്കൂറിൽ കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. പരിചയമില്ല. അമ്മ പാലിക്കാൻ പോയി ഞാൻ ഇണക്കിയിട്ട് വിളിച്ചോ. കൂട്ടുകാരെ ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇതങ്ങോട്ട് മൂടി വെക്കുകയാണ്. അപ്പൊ ഇതൊരു അരമണിക്കൂർ അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ ഇതൊന്ന് ആയി വന്നവരെ ഞാനും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കൂട്ടുകാരെ പണി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് നമ്മളിത് ഒരു ഇതുമേലാണ് അടിക്കണത്. നമുക്ക് ഇവിടെ അടിക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പാചകം ചെയ്യുന്ന ഇവിടെ അടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ കപ്പലണ്ടി മിഠായി ചെയ്യാനായിട്ട് ഒരു ഷീറ്റ് മേടിച്ചില്ല. ആ ഷീറ്റിന്റെ വേറൊരു ഷീറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതുമായിട്ടാണ് ഇന്ന് പണി തുടങ്ങും. അപ്പൊ ഐശ്വര്യമായിട്ട് ഓർത്തിരുന്ന ഞാൻ ചപ്പാത്തി പലകെ പരത്തി ചെയ്യുമെന്നാണ് ഓർത്തിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കൂട്ടുകാരെ, ഞാൻ ഇങ്ങനെ തന്നെ അടിക്കാൻ തുണി കളക്കാൻ പോണം. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. നടക്കുവാന്നറിയില്ല. അപ്പൊ നമുക്ക് ഇത് ഞാൻ കൈ തുടക്കാനായിട്ട് എടുത്തതാണ്. വൃത്തിയുള്ള തുണിയാണ്. എന്നാലും ഇതിന്റെ പുറത്ത് വെച്ചേക്കാം. അപ്പൊ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യല്ല, ഓയില്. ശരി, അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഷീറ്റും മാറ്റി. അപ്പൊ അതെ, നമ്മുടെ മാവൊക്കെ നല്ല സ്പോഞ്ച് കുട്ടനായിട്ട് ഇരിപ്പുണ്ട് കേട്ടാ. ഐസ്ക്രീമോ? അപ്പൊ നമുക്ക് കയ്യെ ആദ്യം ഇച്ചിരി ഓയിലൊക്കെ പെരുട്ടി അച്ഛൻ മുന്നുണ്ട് കൂട്ടുകാരെ. എന്താ അച്ഛ അവിടെ നിൽക്കുന്നേ? പൊറോട്ട നമുക്ക് വൈകുന്നേരം പിടിക്കാം. പൊറോട്ട പിടിക്കാം. കൊഴുക്കട്ടെ അല്ല അച്ഛാ, പൊറോട്ടയ്ക്ക് അടുക്കി വെച്ചേക്കണം. എന്ന് ശരണ്യയുടെ പാചകമല്ലേ, ഇടക്കൊരു ചേഞ്ച് ഒക്കെ വേണ്ട. അതെ, അപ്പൊ അച്ഛൻ പറഞ്ഞ എന്നെ ഇനി കളിയാക്കല്ലേ. ഇവിടെ കൊഴുക്കട്ടെ അല്ല, അത് ബണ്ണ്. അപ്പൊ ശരണ്യ അച്ഛാ ആവിയിലും ശരണ്യ ഉണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കണ്ടോ, കാണിച്ചു തരാം. ഇങ്ങനെ നമ്മള് ചായക്കടയിലെ രീതിയിൽ തന്നെയാണ് ചെയ്യണത്. ഇങ്ങനെ 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 ഞാൻ ചിരിക്കുന്നില്ല കേട്ടോ. വളരെ മോശമാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ട് വിളിക്കാം. ഞാൻ ചെയ്യണം. ഇത് അച്ഛനും അമ്മയും വന്നിട്ട് എന്നെ കൂട്ടുകാരെ അതൊക്കെ പോട്ടെ. അച്ഛൻ അങ്ങനെയാണ്. അപ്പൊ ശരണ്യ അച്ഛൻ കുറച്ച് നീങ്ങി നിൽക്കുവോ?
എന്താണെന്നറിയാവോ, എനിക്ക് പൊക്കം കിട്ടാത്തോണ്ട് അപ്പൊ അച്ഛനെ കിട്ടത്തില്ല. എന്താ എന്തോ ഞാൻ പറഞ്ഞേ എന്തോ ചിരിക്കട്ടെ. എന്തോ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ മുരുക്കി അങ്ങോട്ട് എടുത്ത്. ഇത് എറിയാണോ? ശനി ഇത് കണ്ട, ഇങ്ങനെ വേണം. ശനി ഇങ്ങോട്ട് അടുത്ത് വാ, ക്യാമറ സൂം ചെയ്ത് കാണിക്കുക. കണ്ട, ഇങ്ങനെ നമുക്ക് എടുക്കണം. ഒരെണ്ണം കൂടി എടുക്കണം, പറ്റ കാണിക്കും. എന്നിട്ട് നമുക്ക് ഇവനെ ചെറുതായിട്ട് ഓയിലൊക്കെ തേച്ച് നമുക്ക് നാളെ കളിക്കാനുള്ള ബോൾ കിട്ടി വെച്ചോ. കൂട്ടത്തിൽ നിന്ന് വാര വെക്കണം അല്ലേ? വിശ്വസിക്കാം, കൊള്ളാം, നല്ല ഭാര്യ തന്നെ. ഞാൻ തമാശയാ. ഇങ്ങനെ ഇത് കണ്ടാച്ച തമാശല്ല, കാര്യമായിട്ട് അത് ഇങ്ങനെയാണ് പാചകക്കാര് തള്ളി ഇടും. അച്ഛാ പണ്ട് ചാന്തി പഠിക്കാനല്ല പോയത്, ബോറോട്ടക്കാരൻ ബോറോട്ട പഠിക്കാനായിരിക്കും. ഇങ്ങനെ പമ്പ് വേണം ഇത് അടിച്ചിട്ട്. കണ്ട, നല്ല ഭംഗിക്ക് ആക്കിയാണ്ട. എന്നിട്ട് ഇവനെ ശരണ്യ ഇത് വന്നാൽ കാണിച്ചു കൊടുക്കും കൂട്ടുകാരെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഉരുണ്ട് പോകരുത്, അതുകൊണ്ട് അച്ഛാ ഈ പാത്രം ഒന്ന് മാറ്റിക്കാച്ചാ. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 2, 4, 6 നമുക്ക് പൊറോട്ടക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പൊ അതിന് മുമ്പ് ഇതൊന്നുകൂടി മൂടി വെക്കണം. ഒരു 15 മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാം. കേട്ടല്ലോ? എന്താ കാര്യം അറിയോ, ശിജുവൻ വിഷമിച്ച് ഇതുവരെ കുത്തി പിടിച്ച് വിഷമിച്ചിട്ടാണ് കേട്ടോ. അല്ല വേറെ ഉണ്ടായിട്ടല്ല. ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 15 മിനിറ്റത്തേക്ക് വെയിറ്റിംഗ് ഫസ്റ്റ് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഈ ഇതിന്മേ നമുക്ക് പൊറോട്ട അടിച്ചു നോക്കാം. കിടന്ന് പറയുന്ന എനിക്കും തരണമെന്ന്. അത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലായിട്ട് മാറ്റിയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ അംഗം തുടങ്ങാം. ഇതിലാണ് വിജയിച്ച ഞാൻ വിജയിച്ചു, അല്ലെങ്കിൽ തോറ്റു, തൊപ്പി കിട്ടും. നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇതുമേലായിട്ട് ഇച്ചിരി എണ്ണ ആദ്യം തേച്ച് കൊടുക്കുക. ഒരു കാര്യം കേൾക്കണോ, അത് അടിക്കുമ്പോ തിരിച്ചു വന്ന് തളിക്കിട്ട് കൊള്ളല്ലേ. അയ്യോ, വളിച്ച കോമഡി പറയല്ലേ ശരണ്യ. അയ്യോ വലിച്ചല്ല, അമ്മ സത്യമായിട്ട് പറഞ്ഞ. ഇത് ഞാൻ ഇതുമേലായിട്ട് വെക്കാം. എനിക്ക് ഇച്ചിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വെക്കുക. കാണാൻ പറ്റുമോ ശരണ്യക്ക്? വീഡിയോ ചെയ്യാൻ കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബോൾസ് എടുത്ത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ കണ്ട, ഇങ്ങനെ വെച്ചു കണ്ട. അപ്പൊ ഇച്ചിരി നെയ്യെണ്ണ വായി വരുവുള്ളൂ. പാം ഓയിലൊക്കെ വെച്ച് എന്നിട്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമുണ്ട്. കണ്ട, ഇത് ഞാൻ കൈകൊണ്ട് വെക്കണമല്ലാതെ ഇവന് പരന്ന് കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്കും അറിയാൻ മേല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ വെച്ച് ഇനിയാണ് ഇത് ഇങ്ങനെ പിടിച്ചേച്ച് ഇങ്ങനെ ചിരി തുടങ്ങാതെ. അല്ല പൊറോട്ട വലുതാവുന്നില്ലല്ലോ. നോക്കട്ടെ എന്ത് ശരണ്യ, എന്തോ ശരണ്യ എവിടെയാണ് നിൽക്കണത്? ഞാൻ ഇവിടെ മാറിയില്ലേ കേട്ടാ. ഞാൻ ഇതെന്താണ് ശരണ്യ മാറിയതിൽ ഇതിന്റെ അടിയുടെ കണ്ട. അച്ഛാ ഞാൻ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി എടുക്കട്ടെ. ആ നേരത്ത് കൊളാക്കി വടി വേണം, വടി കൂട്ടാ. ഞാൻ ലാസ്റ്റ് ചിലപ്പോ ചപ്പാത്തി പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കളിയാക്കണം. അച്ഛനെ കൊണ്ട് സാധിക്കുമോ ഇത്? ഞാൻ സാധിക്കാവുന്ന കാര്യം മാത്രമേ ഞാൻ സാധിച്ചിട്ടുണ്ട്. അത് വീഡിയോയിലും കണ്ടു ഇല്ലേ? ഇത് ശരണ്യ രാവിലെ ആയതുകൊണ്ട് എന്റെ പുറത്താവ് എനിക്ക് സഹിച്ചു തരും, എനിക്ക് ഉറപ്പുണ്ട്. ഇതെന്നാണ് ഞാൻ ഇത് ഒന്ന് പരത്തി ഇടുന്നവരെ ഒന്നും ഇണ്ടാതെ നിക്കണം. അല്ല മാറണ്ട, അച്ഛൻ ഇവിടെ നിന്നു. അച്ഛൻ നിക്കണല്ലേ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വേണമെങ്കിൽ ഞാൻ തടി തരാം. അതെ, ഇടയ്ക്ക് ഇങ്ങനെ ഓയിലൊക്കെ ചെയ്ത് കൊടുത്താലേ ഇവൻ കിട്ടുള്ളൂ. ഒന്ന് എടുത്ത് വീശി അടി. അത് കീറി കാണാൻ വേണ്ടിയുള്ള ആശയാണെന്ന് എനിക്ക്. പോട്ടെ പോട്ടെ.
അതാ അടിച്ചു. ഞാൻ അടിച്ചോളാം, അച്ഛനവിടെ നില്ലേ. ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ തേക്കണം, എണ്ണയൊക്കെ വിട്ട് കിട്ടും. പറയണ കേട്ടാ അച്ഛൻ. ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ തേക്കണം. എന്റെ കൂട്ടുകാരെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട് പരത്തിയ. അപ്പോൾ ഇനി അങ്ങോട്ട് കീറാം. എൻ്റെ കൂട്ടുകാരെ, ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരും. നമ്മുടെ പിച്ചാത്തി എന്ത്, ഈ പിച്ചാത്തി കൊണ്ടാണ് കട്ട് ചെയ്യണം. വേറെ കത്തി ഉണ്ടായിരുന്നു, കണ്ടില്ല. തിരിച്ചു പിടിച്ച് കട്ടി, അപ്പോൾ കുഴപ്പമില്ല. തിരിച്ചു പിടിച്ച് കട്ടി. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. എനിക്ക് വശ ഇതാണ് വെച്ചാൽ. അപ്പം അതെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് കണ്ടാ കൂട്ടുകാരൻ, എനിക്ക് തീർന്നു. ഇനി ഇങ്ങനെയൊക്കെ എടുക്കണം, കണ്ടിട്ടുണ്ട് ഞാൻ. ആ ഒരു ഉദ്ദേശത്തിലാണ്. റോസാപ്പൂ ചെറുതായി പോയി കൂട്ടുകാരൻ. അപ്പൊ നമുക്ക് എന്നാ ചെയ്യണം, ഇവനെ ഒരെണ്ണത്തിനെ കൂടി അങ്ങോട്ട് ഉപയോഗിക്കും. ഒറ്റ മതിയെന്നേ. അല്ല, അങ്ങനെയല്ല, ഞാൻ വെറൈറ്റി ആക്കിയാണ് വെച്ചാ. നമ്മടാ കണ്ട സെറ്റായില്ലേ? റെഡിയായ തടസ്സമല്ലേ പറഞ്ഞത് പൊറോട്ട ഷിജിമോൻ അടിച്ച ശരിയായാലും അടിച്ചാ വേണ്ട. തടസ്സം അമ്മ വന്നിട്ടും പറഞ്ഞേ ഷിജിമോൻ അവിടെ പൊറോട്ട അവിടെ കൊണ്ടുചാറിനെ കൂടി നമുക്ക് കണ്ടറിയാം. ഇങ്ങനെ പോലെ എന്നെ വന്നിട്ട് പറഞ്ഞ് എനിക്ക് പെണ്ണു. അത് ഞാൻ അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഷിജു അടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. പൊറോട്ട അടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളില്ല. നിങ്ങളും ഉണ്ടായിരുന്നു. അച്ചുകുട്ടി നമ്മളെല്ലാം കൂടെ ഉള്ളപ്പോ മറന്നുപോയോ? ആ ശരിയാണ്, പക്ഷേ അത് കോളായി പോയി. ആ ചെറുതായി പോയായിരുന്നു, കുളവായിട്ടില്ലായിരുന്നു. തിന്നാൻ ചപ്പാത്തി പോലെ ഉണ്ടായിരുന്നു. ചപ്പാത്തി എന്തോ ഇത് കണ്ട ചപ്പാത്തി ഞാൻ നിങ്ങൾ രണ്ടിനെ കാണത്തില്ല കേട്ടോ. ഞാൻ ഇത് എടുത്തോട്ടെ. മതി കുഴപ്പമില്ല. സന്യ ഞങ്ങളല്ലല്ലോ ഷിജിമോനാണല്ലോ. എന്തോ കണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ഇവന് ഇച്ചിരി കൂടി ഈ ഓയിലൊക്കെ തേച്ചതിന് ശേഷം വിജയിച്ച കേട്ടാ പരീക്ഷണം. നാളെ തൊട്ട് ഞാൻ തുണി അലക്കാൻ ഏൽപ്പിക്കാം. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അലക്കും നല്ല വൃത്തിക്ക് തുണിയിൽ അലക്കി തരുമല്ലേ? അയ്യോ പൊട്ടിപ്പോയി. അമ്മ അങ്ങനെയാണ് പൊറോട്ട പൊട്ടണം. അപ്പൊ ഞാൻ ഇതെല്ലാം അടിച്ചിട്ട് കാണിച്ചത്. അങ്ങനെ നമ്മുടെ പൊറോട്ട എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ശരണ്യ ദോശക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കല്ല് ചൂടാകുമ്പോൾ ഉണ്ടാക്കാം. എന്താ ശരണ്യ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഇണക്കണത്. അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി എണ്ണ തേച്ച് ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഏത് വെക്കണം? ഇത് തന്നെ. ഇച്ചിരി എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ചുണ്ട്. ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ പൊറോട്ടക്ക് വലിപ്പം കിട്ടണ്ടേ, എന്നാലേ അല്ലേ. എന്നാലും ഇത് പരന്നാലേ അതിൻ്റെ ആ ലെയറൊക്കെ കറക്റ്റ് ആകുള്ളൂ. മതിയല്ല, ചെറിയ പൊറോട്ടയാണേ. ശരണ്യ പറഞ്ഞിട്ടാണേ ചെറുത് മതി, അപ്പൊ അടിക്കാൻ എളുപ്പം. ഇങ്ങനെ സൂര്യകാന്തി പോലെ. എന്നാണ് സൂര്യകാന്തി? സൂര്യകാന്തി. നമ്മുടെ അമ്മ ഒന്നല്ല, ഷിജുവിന്റെ ഇത് വിജയിച്ചു പൊറോട്ട. വിജയിച്ചില്ലമ്മ. ഇതിനെ അടിച്ച് പരത്തിയ നന്നായിട്ടൊരു ചുമപ്പ് കളർ വരട്ടെ കേട്ടാ ശരണ്യ. മൂക്കണം. മൂക്കട്ടെ. ചുമപ്പല്ല, മൂക്കും. കൂടുതൽ എണ്ണ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പോകണം. അതെ. ഞാൻ ഓർത്ത് പൊറോട്ട ശരിയായാലത് ആദ്യമായിട്ട് അടിക്കണം. അടിപൊളിയായിട്ട്
ആ ഒരു പൊറോട്ടയുടെ ഒക്കെ ആ ഒരു ഇത് റെഡിയായ കണ്ട നല്ല അടിപൊളിയായി നല്ല റോസ് കളറായി കഴിയുമ്പോ നമുക്ക് അത് വേറൊരു പാത്രം എടുത്ത് കൊടുത്തന്നെ. പാത്രത്തിലോട്ട് വെച്ചിട്ട് അടുത്തത് കൂടി മുട്ടയുടെ മണം വരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് വെക്കണുണ്ട്. അപ്പൊ പെട്ടെന്ന് കല്ലിലാട്ട് ഇടാല്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ശരണ്യ അവിടെ ചുടിയം ചെയ്യണുണ്ട്. ആ നേരത്ത് നമ്മളിവിടെ പരത്തിയം ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ കണ്ട എണ്ണയൊക്കെ തൂത്ത് അങ്ങോട്ട് ഇടിയാണ്. ശരണ്യ എന്തോ അത് കരിയാതെ നോക്കണേ. അത് കഴിയത്തൊന്നുമില്ല, ഞാനല്ല പറഞ്ഞത്. ശരണ്യയുടെ ആഗ്രഹം ഇന്ന് സാധിച്ചല്ലേ. എന്തുവാ ഇങ്ങനെ പൊറോട്ട ഇനി അത് അടിച്ചു കഴിയുമ്പോ അറിയാം അല്ലേ. പിന്നെ നേരത്തെ അറിയാം ഉപ്പുണ്ടോ പുളിയുണ്ടോ. അതെ അതെ അതെ. ഇച്ചിരി എണ്ണയൊക്കെ ഞാനും ഇതില് തേച്ചണ്ട് വേണം ചെയ്യാൻ. ഇത് പോരെ ആ മറുവശം മൂത്താ അല്ലെങ്കിൽ കരി. ഞമ്മക്ക് അങ്ങനെ ഉണ്ട് കുത്തുന്നത്. പൊറോട്ട ഉണ്ടാക്കി തീരാറായപ്പോഴാണ് അമ്മ വന്നത്. അമ്മ അത് അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി നോക്കി. അമ്മ നന്നായിട്ട് പൊരിയിട്ടേ അത്. ഇത് ഒരെണ്ണം അച്ഛനാണ്, ഒരെണ്ണം ഞാൻ. അല്ലല്ല ഇത് അമ്മ തന്നെ പൊരിച്ചെടുക്കണം. അല്ല, ഒരെണ്ണം അച്ഛൻ്റെ. അമ്മ പെട്ടു. എല്ലാം അച്ഛന്റെ തലയിലായിട്ട് വെക്കണ എന്തിനാണമ്മ? അച്ഛൻ നിൽക്കും, അമ്മ ചെയ്യും. മറിഞ്ഞിട്ടില്ല. അത് നന്നായിട്ട് മൊരിയട്ടെ. ഇപ്പത്തെ അമ്മ മുറിച്ചോണ്ടിരിക്കുവാണ്. ഇനി അത് മൊരിച്ചെങ്കിൽ മറിച്ചങ്ങോട്ട് പോയി. അമ്മ അടിക്കടിക്ക് ഇവിടെ അടുത്ത ഒന്ന് എണ്ണ തൂത്ത്. ഇപ്പൊ കൂട്ടുകാരെ അമ്മ അച്ഛനെ ഏൽപ്പിച്ചു. എന്നെ ഏൽപ്പിച്ചു നേരെ അതല്ല ഇപ്പൊ കണ്ട പൊറോട്ട അടിക്കാൻ തുടങ്ങിയപ്പോ ആരുമില്ല. ഇപ്പൊ പറഞ്ഞാലും ശരിയണ്ട. അതെ ഇപ്പൊ എല്ലാരും വന്ന് സഹായിക്കാം. നമ്മള് പയ്യ ഷിജു മോനെ ഒന്ന് ഇതാക്കി ചിരിച്ചിരിക്കാൻ. കരിഞ്ഞു പോകരുത്. തീ കുറച്ച് വെച്ചേക്കുക. ഈ കുറച്ചിരിക്കണം. അതാണ് ഇതിങ്ങനെ ആകേല് കണ്ട തീ കുറക്കരുത്. തീ ഉണ്ടെങ്കിൽ ഇത് അല്ല പുള്ളിക്കിട്ടുള്ളൂ. ചിലപ്പോ പുള്ളിക്കിട്ടുണ്ടെങ്കിൽ തീ വേണം. റോസ് കളർ അപ്പൊ പുള്ളിക്കിട്ടുണ്ട്. അങ്ങനെയാണ് അപ്പൊ ഇതുകൂടി ഒരെണ്ണം കൂടി കൊണ്ട് നമ്മുടെ പൊറോട്ട ഷിജുവിന്റെ പരീക്ഷണം വിജയിച്ച്. ഞാൻ ഓർത്ത് പൊറോട്ട അതിന് കളർ വീണിട്ടുണ്ട്. ആ കളർ മതി. കറുപ്പിക്കണ്ട. റോസ് കളർ ഒന്ന് നോക്കിയാലേ വന്ന് ഇത് കണ്ട നോക്കി കണ്ട കണ്ട അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ മതി. ഇനി എടുത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിരിക്കണം. അപ്പൊ ഇത് നമുക്ക് ഇതുമേ വെച്ചങ്ങോട്ട് അത് ചെറുതാണ്, അത് പോട്ടെ. അപ്പൊ നമുക്ക് ഇത് അടിക്കാനേ ഞാൻ അടിക്കുന്നില്ല, ഞാൻ ക്യാമറ എടുക്കാം, അച്ഛനെ കൊണ്ട് അടിപ്പിക്കാം. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ അച്ഛൻ തന്നെ അത് ലാസ്റ്റ് ഭാഗം അച്ഛൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അതെ അമ്മയും ശരണ്യൊക്കെ കൂടെ വന്ന് നിപ്പുണ്ട്. പൊറോട്ടയുടെ ഉള്ള വൈരാഗ്യം തീർക്കണ പോലെയാണ് അച്ഛൻ്റെ അടി. അടിച്ച് തകർത്തണ്ടിരിക്കുകയാണ്. പൊറോട്ട കീറി കളഞ്ഞു എന്നെ പറയരുത് കേട്ടാ. എന്തേ പൊറോട്ട കാണിച്ചേ? അങ്ങനെ ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്ത പൊറോട്ട കിട്ടി അല്ലേ? പൊറോട്ട റെഡി ആയല്ലേ? ഒത്തിരി കടയിലത്ര ഒന്നും ആയിട്ടില്ലെങ്കിലും ആണോ? ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കച്ച. ആണല്ലേ? ആണോ? ഒന്ന് നോക്കി. എനിക്ക് ഇങ്ങനെ ഉപ്പൊക്കെ ചേർക്കാനൊന്നും കറക്റ്റ് ആയിട്ടൊന്നും അറിയാൻ മേലല്ല ശരണ്യ. ഞാൻ ശരണ്യോട് പറഞ്ഞതല്ലേ. അപ്പൊ നമ്മുടെ പൊറോട്ട സക്സസ് ആയി. എന്നാ കഴിക്കാം. ബീഫ് കറി എടുത്തേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ എടുത്ത് അപ്പൊ നമ്മുടെ ബീഫ് കറി അമ്മയും കൂടി ഇരി. അമ്മ അപ്പറേ വാ. അമ്മ അപ്പറേ വാ. അപ്പൊ അങ്ങനെ ഒരു പ്ലേറ്റിൽ നിന്ന് എല്ലാരും കൂടി കഴിച്ചാ മതിയെന്നേ. പോരെ? അതാണ് നമ്മുടെ അടിപൊളി ബീഫ് കറി. അപ്പൊ അതെ പൊറോട്ടയിലായിട്ട് ബീഫ് കറി വെക്കാൻ പോയാണ്. വെച്ചേ
കണ്ട അടിപൊളി പൊറോട്ടയും ബീഫ് ബീഫ് കറി. കറിയും കിട്ടിയിട്ടുണ്ട്. എന്നാ, അപ്പൊ കഴിച്ചോ. 3 പേരും കൂടി കഴിക്കുക. ആദ്യം അമ്മ കൊടുക്കാം. അല്ല ആദ്യം ഞാൻ തന്നെ കഴിക്കാം. ആ. ദേ, ആ. മക്കളെ ഇന്ന് ശ്രീജിമോൻ അടിച്ച പൊറോട്ട അതെ. വശം ഇല്ലെങ്കിലും അതെ, ഉള്ള പോലെ കൊണ്ട് ഉള്ള പോലെയൊക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, ഞങ്ങള് കുറെ ചിരിച്ചു എന്നാൽ ഇങ്ങനെയെങ്കിലും ചെയ്ത് കിട്ടിയല്ലോ എന്നുള്ള മാത്രമേ അതെ അതെ. ആഗ്രഹമുള്ളൂ. ആ അപ്പൊ അപ്പൊ ശരി. പൊറോട്ട ബീഫ് കറി ആർക്കെങ്കിലും കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ശരണ്യ കഴിച്ചില്ല. ആ കഴിച്ചോ? പറഞ്ഞ ശരണ്യ കഴിച്ചില്ല. ദേ, ആ കഴിക്ക്. ബീഫൊക്കെ എന്താ ബീഫ് കാണിച്ചില്ല? ബീഫൊന്നും എടുത്ത് കഴിച്ചില്ലേ? കൂട്ടുകാരെ ഒന്ന് എടുത്ത് കാണിച്ച്. ഏ, ബീഫ്. ആ ദേ, ആ കഴിക്ക്. ശരണ്യ എന്തോ എങ്ങനെയുണ്ട് നമ്മുടെ പൊറോട്ട? നല്ലതാ. നല്ലതാ ആണോ അച്ഛാ? നല്ലതാ. ഇവരോട് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇത്ര പ്രതീക്ഷയില്ല. അതെ. എന്നാൽ അപ്പൊ കാര്യങ്ങൾ ശ്രീജിമോൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്. എല്ലാം ചെയ്ത് പഠിക്കുകയാണല്ല. അതെ അതെ. അപ്പൊ ശരണ്യക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ആ അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്ര ഉള്ളു. കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ Bye. Bye.